നമുക്കിന്ന് സാമ്പാർ ചീരയും കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. എല്ലാ ആൾക്കാർക്കും ഇഷ്ടമൊന്നുമില്ല സാമ്പാർ ചീര, പക്ഷേ എനിക്കിഷ്ടമാണ് സാമ്പാർ ചീര. പണ്ട് തൊട്ട് എൻ്റെ പേര് സാമ്പാർ ചീര എന്നാണ്, അതാണ് സാമ്പാർ ചീര എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് സാമ്പാർ ചീരയും കൂടി തട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. പരിപ്പ് കോരി കുക്കറിട്ട് ഇട്ടിട്ടുണ്ട്. സാമ്പാർ ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അതെടുത്ത് സാമ്പാർ ചീരയും പരിപ്പും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഈ സാമ്പാർ ചീര നല്ല ഗുണമുള്ള സാധനമാണ്, നല്ല പോഷക ഗുണങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള. സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള, വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഉള്ളൂ എടുത്തിട്ടിടുന്നു. സാമ്പാർ ചീരയിൽ നല്ല ഗുണങ്ങളും ഇതൊക്കെ ഉള്ള. ഇനിയിപ്പോൾ മുളക് പറിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകട്ടോ. നല്ല മഴ, അടിപൊളി മഴ. ഈ കാന്താരി മുളക് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അത് പോയതായിരുന്നു, പിന്നെയും വളർത്തിയതാണ്. ഒരു വെള്ളമുളക് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ചാണ് മുളകുകളാണ്, ഉണ്ടായി വന്നുള്ളൂ. അതിനകത്തൊരു ചെറിയൊരു മുളക് കിടപ്പുണ്ട്, അതും പറിച്ചെടുക്കാം. അതും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ച മുളക് തൈ. എൻ്റെ മുളക് തൈ എല്ലാം നശിച്ചു. ഇത് പുതിയതായിട്ട് ആദ്യമായിട്ട് പൊട്ടിയേക്കണ കാന്താരി ഈ ചെടിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് പഴയൊരു കൊടിയാണ്, അത് പോകാണ്ട് വെച്ചുകൊണ്ടിരുന്നത്. അത് അതിനകത്ത് പറിച്ചുകൊണ്ട് 2-3 പറിക്കാം. കാന്താരി മുളക് 2-3 പറിച്ച് അതിനകത്തിട്ട് നല്ല ടേസ്റ്റായിരിക്കും. കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല മഴയുണ്ട് കേട്ടോ. ജൂൺ പകുതി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഴയും തുടങ്ങി. മഴയത്ത് കുടയും പിടിച്ചാണ് കാന്താരി മുളക് പറിക്കുന്നത്. അതിൻ്റെ ഒപ്പം ക്യാമറയും പിടിക്കണം. ഇവിടെ ചെത്തിപ്പഴം കേട്ടോ, അതിൻ്റെ സൈഡിലുണ്ടായ ചെത്തിപ്പഴം. ഇത് നമ്മുടെ കറിവേപ്പില. ഇത് ഉണ്ടാവും, ഞാൻ പറിക്കും, വെട്ടിക്കളയും. ഞാൻ കടയിൽ നിന്ന് കറിവേപ്പില മേടിക്കില്ല. പിന്നെ എനിക്ക് ഇല്ലാത്തൊരു സാധനം കറിവേപ്പില ഇല്ല, വളർന്നു തന്നെയില്ലല്ലോ. വളരുമ്പോൾ തന്നെ വെട്ടിയെടുത്തിട്ട് അത് അപ്പം തന്നെ കറിയിലിടുക. വെട്ടി വെക്കും. പിന്നെ അടുത്ത മുളയ്ക്കും, ചെറുത് മുളയ്ക്കും, അപ്പുറത്തെ മുളയ്ക്കും. അതിൽ നിന്നെല്ലാം ചെറുത് പറിച്ചെടുക്കും. കടയിൽ വിഷം അടിച്ച് വന്നുകൊണ്ടേ രക്ഷയില്ല. ആ മുളകൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഒന്ന് കുലുക്കി സർവത്താക്കിയിട്ട് ഒന്ന് നോക്കാം. ഇപ്പം ആൾക്കാർ വിചാരിക്കും ബിരിയാണി വെക്കണതിന് ഇത്ര നീട്ടമില്ലല്ലോ എന്ന്. നമുക്ക് സാമ്പാർ ചീര കിട്ടിയത്, എന്ത് ചെയ്യാൻ പറ്റും? ബിരിയാണി വെക്കാനാണെങ്കിൽ അറിയാനും പാടില്ല. ഇപ്പം സാമ്പാർ ചീരയും